ഇന്ത്യയിൽ മൊത്തത്തിൽ ദളിത് സമൂഹത്തിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാരണം അവർ വിദ്യാഭ്യാസപരമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ തന്നെ വളരെ പിന്നോക്കാവസ്ഥയിൽ നിൽക്കുന്നു. നമ്മുടെ സാമൂഹ്യ മേഖലകളിൽ അവരുടെ സാന്നിധ്യം വളരെ പരിമിതമാണ്. അപ്പം അംബേദ്കറൊക്കെ സ്വപ്നം കണ്ട, അംബേദ്കർ മുതൽ അയ്യങ്കാളി വരെ ഉള്ള വലിയ മഹാന്മാരായ കീഴുള്ള നേതാക്കന്മാരൊക്കെ സ്വപ്നം കണ്ട ആ ഒരു മുന്നേറ്റത്തിലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമങ്ങളാണ് നടത്തേണ്ടത്. ഇപ്പോൾ ആദിവാസി പ്രശ്നങ്ങൾ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ അട്ടപ്പാടിയിൽ ആദിവാസികളുടെ ഒരു പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രത്യേക ആദിവാസി മേഖലയായി പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭൂമിയിൽ കിലോമീറ്ററുകളോളം ഇലക്ട്രിക് ഫെൻസിങ്ങുകൾ പണിതുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഭൂമി ഒരിക്കലും അവരുടേതല്ല, പക്ഷേ അവർ ഒരു ഇലക്ട്രിക് ഫെൻസിങ് കൊണ്ട് ആ ഭൂമി അവരുടേതാക്കി മാറ്റുന്ന രീതിയിലൊരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ കോടതിയെ സമീപിക്കുന്നു, പല അധികാരികളെ സമീപിക്കുന്നു, കോടതിയിൽ നിന്ന് അനുകൂലമായ നിലപാടുണ്ടാകുന്നു. പക്ഷേ ഒരിക്കലും ആ ലോക്കലായിട്ടുള്ള ഭരണ സംവിധാനത്തിൽ നിന്ന് അവർക്ക് നീതിയിൽ വയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഒരു യാഥാർത്ഥ്യം വളരെ സജീവമായിട്ടുണ്ട്. പക്ഷേ അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്നുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകളാണെങ്കിലും ഇവിടുത്തെ മറ്റ് പ്രസ്ഥാനങ്ങളാണെങ്കിലും എങ്ങനെയാണ് സമീപിച്ചത് എന്നുള്ളൊരു പ്രശ്നം ഇതിനകത്തുണ്ട്. കാരണം ജാതി നശീകരണം എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് അജണ്ടയുടെ ഭാഗമല്ല, ഒരു പുരോഗമന പ്രസ്ഥാനങ്ങളിലെ പല പ്രസ്ഥാനങ്ങളിലെയും അജണ്ടയുടെ ഭാഗമല്ല. അതേസമയം തന്നെ അംബേദ്കർ പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായിട്ട് വന്നിട്ടുള്ള പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ, ഇപ്പോൾ മായാവതിയുടെ BSP ആദ്യമായിട്ട് UP-യിൽ അധികാരം പിടിച്ചെടുക്കുന്നത് BJP-യുടെ ഒരു സഖ്യകക്ഷി എന്ന നിലയിലാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു ദിശാബോധത്തിൻ്റെ നഷ്ടം ഈ ദളിത് പ്രസ്ഥാനത്തിലെല്ലാം തന്നെ സംഭവിച്ചു. ഇപ്പോൾ അവസാനത്ത് നമുക്കറിയാം, പ്രകാശ് അംബേദ്കർ മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ ദുർബലപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു നിലപാടാണ് അവിടെ സ്വീകരിക്കുകയുണ്ടായത്. പല പ്രധാനപ്പെട്ട അംബേദ്കർ പ്രസ്ഥാന നേതാക്കന്മാരും ഇന്ന് ഹിന്ദുത്വ അംബേദ്കർ ഏറ്റവും അധികം എതിർത്ത, അംബേദ്കർ ഏറ്റവും അധികം ഭയത്തോടു കൂടി കണ്ട ഈ ഹിന്ദുത്വ ബ്രാഹ്മണിസത്തിൻ്റെ ഐഡിയോളജിയായ BJP-യുടെ സഖ്യകക്ഷികളായിട്ട് മാറുന്നൊരവസ്ഥ. അപ്പോൾ ഇത്തരമൊരു ദിശാബോധം നഷ്ടപ്പെടുന്നൊരവസ്ഥ നിശ്ചയമായിട്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാമൂഹ്യ സാഹചര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇനിയിപ്പം കോൺഗ്രസ് ആയാലും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണെങ്കിലും ഇവരൊക്കെ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ആദിവാസി ബെൽറ്റിൽ, ഒറീസ ഉൾപ്പെടെയുള്ള ആദിവാസി ബെൽറ്റിലാണ് ഇന്ന് BJP-ക്ക് ഒരു വിജയമുണ്ടായി. ജാർഖണ്ഡ് പോലെയുള്ള ആദിവാസി ബെൽറ്റ് മുഴുവൻ BJP വിജയിക്കുന്നൊരവസ്ഥ. പ്രസിഡൻറ്റിനെ ഒരു പ്രതീകമാക്കി ഉപയോഗിച്ചുകൊണ്ട് അവർ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയ എഞ്ചിനീയറിങ്, ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പം ഒറീസ ഒരു ആദിവാസി മെജോറിറ്റി ഉള്ളൊരു സംസ്ഥാനമാണ്. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ആദിവാസി ബെൽറ്റ് മുഴുവൻ BJP-യോടൊപ്പം നിൽക്കുന്നൊരവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ അഡ്രസ് ചെയ്യാൻ പുരോഗമന ശക്തികൾക്ക് എങ്ങനെയാണ് കഴിയുക, ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളി തന്നെയാണ്.